ഹൂത്തി വിഭാഗത്തിന്റെയും ഹിസ്ബുല്ലയുടെയും മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേലിൽ നടന്ന മൂന്നാമത്തെ കാർ ബോംബ് സ്ഫോടനം ഇസ്രായേലിനെ നടുക്കിയിരിക്കുകയാണ്. രണ്ട് കാർ ബോംബ് സ്ഫോടനങ്ങളുടെ ഞെട്ടലിൽ നിന്നും മുക്തമാകുന്നതിന് മുമ്പ് അടുത്ത ദിവസം തന്നെയാണ് മൂന്നാമത്തെ ബോംബ് സ്ഫോടനവും നടന്നത്. ഇതിൽ ഒരു ഇസ്രായേൽ പൗരന് പരിക്കേൽക്കുകയും ചെയ്തു. ഹൈഫ നഗരത്തിലെ ക്രയോത്തി ബൈപ്പാസ് എന്നുകൂടി അറിയപ്പെടുന്ന ബയാലിൻ ഇന്റർചേഞ്ചിനടുത്തുള്ള റൂട്ട് 22-ലാണ് ഇന്നലെ സ്ഫോടനം നടന്നത്. സെപ്റ്റംബർ 14-ന്, അതായത് ഇന്നലെയാണ് ഈ മൂന്നാമത്തെ കാർ ബോംബ് സ്ഫോടനവും ഉണ്ടായത്. റമലയിൽ ഈ മാസം 12-ാം തീയതി ഒരേ ദിവസം തന്നെ രണ്ടിടത്തായി നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തിരുന്നുവെങ്കിലും ഇസ്രായേൽ ഇത് അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. ഈ മാസം 12-ാം തീയതി റമലയിലെ ഒരേ ദിവസം രണ്ടിടത്തായി നടന്ന കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് 4 പേർ കൊല്ലപ്പെടുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരവുമാണ്. ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തിരുന്നുവെങ്കിലും ഇസ്രായേൽ അത് അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. കാറിനകത്തു സ്ഥാപിച്ച ബോംബ് പൊട്ടിയാണോ അല്ല പുറത്തു നിന്നും ഗ്രനേഡോ, മോളോട്ടോപ്പ് കോക്ടെയിൽ അഥവാ പെട്രോൾ ബോംബ്, ഗ്യാസോലിൻ ബോംബ് അല്ലെങ്കിൽ കുപ്പി ബോംബ്, ഇതിൽ ഏതെങ്കിലുമാണോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ സ്ഫോടനത്തിന്റെ ഞെട്ടലിൽ നിന്നും വിട്ടുമാറുന്നതിന് മുമ്പായി ഇസ്രായേലിലെ മറ്റൊരു പട്ടണമായ ആഗ്നയിൽ പോലീസ് സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ നിന്നും ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു ഇസ്രായേൽ പൗരന് പരിക്കേറ്റിരുന്നു. പോലീസ് സ്റ്റേഷന് സമീപം നടന്ന ഈ സ്ഫോടനം പോലീസിന്റെ അനാസ്ഥ കാരണമാണെന്ന ആക്ഷേപവും ഉയർന്നു വന്നിരുന്നു. ഈ ആക്ഷേപവും ഏൽക്കുന്നത് നെതന്യാഹു സർക്കാരിന് തന്നെയാണ്. ഒരാഴ്ചക്കകം തന്നെ 3 തവണ 3 സ്ഥലങ്ങളിലായി നടന്ന സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ഒരേ വിഭാഗം തന്നെയാണെന്നാണ് സംശയിക്കുന്നത്. ഏതോ പ്രാദേശിക ക്രിമിനൽ ഗ്രൂപ്പാണ് ഇതിന്റെ പിന്നിൽ എന്നതാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും വിദേശ ഗ്രൂപ്പുകളുടെ കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായി ഇസ്രായേൽ വിശ്വസിക്കുന്നതേയില്ല. റമലയിൽ നടന്ന ആദ്യത്തെ ബോംബ് സ്ഫോടനത്തിൽ പിഞ്ചു കുഞ്ഞും ബാലന്മാരും കൊല്ലപ്പെട്ടത് വളരെ സങ്കടകരമാണ്. ഫലസ്തീൻ കുഞ്ഞുങ്ങളായാലും ഇസ്രായേൽ കുഞ്ഞുങ്ങളായാലും ഒരു വ്യത്യാസവുമില്ല എന്നതാണ് ലോകനീതി. അതുപോലെ സ്ത്രീകളും വയോധികരും അവരെല്ലാം യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്. ഗാസയിൽ നെതന്യാഹു നടത്തുന്ന കൂട്ടക്കുരുതി വെച്ച് തുലനം ചെയ്ത് എല്ലാ ആക്രമണങ്ങളെയും ന്യായീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇസ്രായേൽ സൈനിക താവളങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും സൈന്യങ്ങളെയും ലക്ഷ്യമാക്കി ഹിസ്ബുള്ള നടത്തുന്ന തിരിച്ചടി യുദ്ധനീതിയിൽപ്പെട്ടതാണ്.